ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഇന്ന് വൈകുന്നേരം 4:30. അരവിന്ദ് കെജ്രിവാളിന്റെ അധിക സത്യവാങ്മൂലവും ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. തൗഫീഖ്, എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യങ്ങൾ? അരവിന്ദ് കെജ്രിവാളിനെയും കൂടെയുള്ള മറ്റു ആളുകളെയും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കുറ്റവിമുക്തരാക്കിയ ഉത്തരവിനെതിരെ CBI ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് പരിഗണിക്കുന്നത് സ്വർണ്ണകാന്ത ശർമ്മയാണ്. ഇവരെ മാറ്റണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വിധി പറയുന്നത്. ഈ സ്വർണ്ണകാന്ത് ശർമ്മ RSSുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ചില പരിപാടികളിൽ 4 തവണ പങ്കെടുത്തു എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളിൽ നിന്ന് തനിക്ക് കൃത്യമായിട്ടല്ലെങ്കിൽ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു വിധി ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. കൊണ്ട് ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും സ്വർണ്ണകാന്ത് ശർമ്മയെ മാറ്റണം എന്നാണ് കെജ്രിവാളിന്റെ ആവശ്യം. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ ജഡ്ജി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ താങ്കൾ ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം അരവിന്ദ് കെജ്രിവാൾ ആ സമയത്ത് തന്നെ കോടതി മുറിയിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ വിധി പറയാനായിട്ട് ഇന്ന് 4 മണിക്ക് ഇതിൽ വിധി പറയുമെന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ജഡ്ജിയുടെ മക്കൾക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചിലയിടങ്ങളിൽ ജോലി ലഭിച്ച കാര്യം കൂടി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ മാറ്റിക്കൊണ്ട് മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കേസ് പരിഗണിക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അറിയാൻ സാധിക്കും.